നല്ലൊരു കാറിന്റെ ഫീലിംഗ് അല്ലേ മൊത്തം. ചാവി ഹാൻഡ് ഓവർ ചെയ്യാൻ പരിപാടിയാണ് നടക്കണേ. ചാവി ഹാൻഡ് ഓവർ ചെയ്തു ചെറിയ മോനെ. ഷനില്ലേ, നമുക്കിപ്പോൾ എത്ര വണ്ടിയുണ്ട്? മൂന്നാമത്തെ വണ്ടിയാണ്. ഇനി ഒരു വണ്ടി കൂടി ഇറങ്ങാണ്ട് അല്ലേ? നമസ്കാരം, വണ്ടി ബസ്സാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പം മെറി ക്രിസ്മസ് എല്ലാവർക്കും. നമ്മളതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് എന്താ പറയുക, ലോറി ലൈഫ് അങ്ങനെ അനുബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. വലിയ റീച്ചൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മുടെ കണ്ടന്റിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്ലീപ്പർ ബസ്സുകളിലെ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സുകളുടെ കണ്ടന്റിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ബസ്സാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടന്നാലോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി കേട്ടോ, നമ്മുടെ MCK ട്രാവൽസ്. അപ്പോൾ നമ്മൾ കോഴിക്കോടാണുള്ളത്. കോഴിക്കോട് നമ്മുടെ ടാറ്റയുടെ ഷോറൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും, ഒന്ന് ക്ഷമിക്കാട്ടോ എല്ലാവരും. അപ്പോൾ ഇത് 1822 എന്ന് പറഞ്ഞ LPO ടാറ്റയുടെ ചേസിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് MCK എന്നിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വണ്ടി ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഡെലിവറിക്ക് മുന്നേ ആണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നത്, ഈ ഭാഗം എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ഭാഗം വരികയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഹെഡ് ലാമ്പ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ദാമോദർ ബോഡിയില്ലേ അതിൻ്റെ സെയിം അതുപോലെയാണ് ഏകദേശം കാണാൻ സാധിക്കുന്നത് കേട്ടോ. ശരിക്കും നമ്മുടെ ദാമോദറിൻ്റെ ആ എന്താ പറയുക ഡിസൈൻ തന്നെ അത് ശരിക്കും വന്നിട്ടുള്ള നാസ്റ്റബിൾ സീറോൻ്റെ ഡിസൈനാണ് പറയുക. അതിൻ്റെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഏകദേശം രൂപം വരുന്നത്. പക്ഷേ ഈ രൂപം വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും ബോഡി കെട്ടി ഇറക്കുന്നത്. അപ്പോൾ രുദ്രയുടെ നമ്മൾ ബോഡി ചെയ്തിട്ടുണ്ടായിരുന്നു. രുദ്ര പക്ഷേ കുറച്ചുകൂടി വ്യത്യാസമായിട്ടാണ് ഇപ്പോൾ ബോഡി കെട്ടി ഇറക്കണേ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ MCK. അപ്പോൾ ഇവരിപ്പോൾ ഓടാൻ പോണത് ഇത് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടാണ്. പക്ഷേ ഇപ്പോൾ ഇത് ക്രിസ്മസ് പ്രമാണിച്ച് ഈ വണ്ടി ഓടാൻ പോണത് നമ്മുടെ തിരുവനന്തപുരം റൂട്ടിലാണ് കേട്ടോ. ഇവിടെ വർക്ക് ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഡെലിവറിയുടെ സമയം ഏകദേശം ആവാറായി. ഇപ്പോൾ സമയം 5 മണിയായി. ലേറ്റ് പോണൊക്കെ മുന്നേ എടുത്ത് അവസാനിപ്പിക്കാൻ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങോട്ട് നീക്കിയിട്ടൊരു വണ്ടി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താ അവിടെ കുഴപ്പമില്ല, അപ്പോഴേക്ക് ലൈറ്റ് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ വരണേ. അപ്പോൾ മുകളിൽ ഇവിടെ വരുമ്പോൾ കണ്ടില്ലേ കുറേ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓൺ ടൈം റീച്ച്, ലൈവ് ട്രാക്കിങ്, വുമൺസ് ഫ്രണ്ടിൽ CCTV, വൈഫൈ എന്നൊക്കെ കൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വണ്ടി സ്റ്റാർട്ടിങ് ആയ കാരണം കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവിടെ MCK എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇയാളെ മനസ്സിലായില്ലേ, നമ്മുടെ പ്രൗഡാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റിക്കർ വർക്കുകൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ 2+1 എക്സിക്യൂട്ടീവ് AC സീറ്റ് സ്ലീപ്പർ എന്ന് പറഞ്ഞിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമായിരിക്കുന്നുണ്ട്. ഒരു ഓറഞ്ച് തീമിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. ഓറഞ്ച് തീം, ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല, യെല്ലോ തീമിൽ കേട്ടോ. യെല്ലോ തീമാണ് വന്നേക്കുന്നത്. KL85E ആണ് രജിസ്ട്രേഷൻ വരുന്നത്. എന്തായാലും നന്നായിരിക്കുന്നുണ്ട് വണ്ടി കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ 400 ലിറ്ററിൻ്റെ ടാങ്കിനാണ് വരുന്നത്. പിന്നെ 60 ലിറ്ററിൻ്റെ ആഡ് ബ്ലൂ ടാങ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വണ്ടി കഴുകി സെറ്റാക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഇവിടുന്ന് ഡെലിവറിക്കായിട്ട് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇവിടെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ, ഇതൊക്കെ നമ്മുടെ ഈ വണ്ടി ഓടിക്കണ ചേട്ടട്ടോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ വർക്ക്ഷോപ്പിലിട്ട് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പുറത്തത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലൊന്ന് കയറിയിട്ട് പെട്ടെന്ന് അത് കാട്ടിത്തരാം. വണ്ടിയുടെ ഉള്ളിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഇടുമായിരുന്നു. അപ്പോൾ അതിൻ്റെ
തിരക്കായ കാരണം നമുക്ക് ഉള്ളിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ MCK ട്രാവൽസിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ. നന്നായിട്ടൊക്കെ വീഡിയോ എടുത്ത് വരണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്താ വെച്ചാൽ ഈ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിന് പരിമിതികളിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കണത് കേട്ടോ. പിന്നെ ഇതിൻ്റെ റിവ്യൂ മറ്റേ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നേ ടാറ്റ ആദ്യമായിട്ടല്ല ചെയ്യുന്ന 13 മീറ്റർ വണ്ടികൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ സ്പെക്ക് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇടുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി വണ്ടിയുടെ ഉള്ളിൽ കയറാം, ബാക്കി അവിടെ നിന്നിട്ടാവാം. ഈ ബലൂണൊക്കെ ഇരിക്കണ കാരണം ഇതിൻ്റെ ഒന്നും ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല എനിക്ക്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് ഇങ്ങനെ ഉള്ളൂ പറയാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ അഭിമാനമാണ് മിന്നുമണി, നമ്മുടെ മാനന്തവാടിയാണ്. നമ്മുടെ ഈ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ്റെ അയൽവാസിയാണെന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വലിയ അഭിമാന കാര്യങ്ങളല്ലേ അല്ലേ. നല്ല ഉദിച്ച് നിൽക്കണമല്ലേ ആ ഫോട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. 2+1 എക്സിക്യൂട്ടീവ് സീറ്റ് കം സ്ലീപ്പർ എന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. 295-ൻ്റെ 80/6 22.5-ൻ്റെ ടയറും കാര്യങ്ങളാണ് വന്നേക്കണേ. പിന്നെ എയർ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. കാലിക്കറ്റ് ബാംഗ്ലൂരാണ് ഇപ്പോൾ ഓടുന്നത്. കാലിക്കറ്റ് ബാംഗ്ലൂരാണ് ഈ വണ്ടി ഓടാൻ പോണത്. ഇപ്പോൾ തിരുവനന്തപുരമാണ് കേട്ടോ ഓടണത്, ക്രിസ്മസ് പ്രമാണിച്ച് സ്പെഷ്യലായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇട്ട് എടുക്കുമ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആണ്, പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ നമ്മൾ വണ്ടർ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു ബദർ ഇതിൻ്റെ ഈ സംഭവമൊക്കെ ഇതില്ല. നിങ്ങളല്ലേ ഈ വർക്ക് ചെയ്യേണ്ടത്? എന്താ പേര്? ഹലോ. ആ കോഴിക്കോട് തന്നെയാണ്. അപ്പോൾ ആളവിടെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഒരു വർക്ക് കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാലേ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ AC ഇട്ട് ഇങ്ങനെ മൂളിച്ചിട്ടുണ്ട്, നല്ല തണുപ്പാണ്. പിന്നെ ഇന്റീരിയർ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് വണ്ടറെ ഉള്ളിൽ കയറിയപ്പോൾ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ആകെ പുറത്ത് ഇരുട്ടായി. ഡെലിവറി ഇപ്പോൾ 4 മണിക്ക് പറഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ സമയം 5:30 ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് ട്രിപ്പ് എടുത്ത് പോകേണ്ടതാണ് അവർക്ക് തിരുവനന്തപുരത്തേക്ക്. എന്തായാലും ബാക്കിലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെയാണ്. ഒരു ക്യാമറ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ലഗേജ് ബോക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സീറ്റിനെ കുറിച്ച് പറയാ വെച്ചാൽ ഇവിടെ ഇരിക്കാൻ പറ്റുന്ന Volvo 900 കൊടുക്കുന്ന ടൈപ്പ് ഇപ്പോഴത്തെ അല്ല, മുന്നേ പറഞ്ഞ SLX അല്ല, 900 S മോഡലുള്ള സീറ്റില്ലേ അതാണ്. അങ്ങനത്തെ ഒരു ഇത് ഡിസൈനിലാണ് കൊടുത്തേക്കണം. പിന്നെ ഈ സൈഡിൽ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മാറ്റി വയ്ക്കാനൊക്കെ പറ്റും. പിന്നെ ബെഡ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലാങ്കറ്റ്സ് വെച്ചിട്ടില്ല, ബ്ലാങ്കറ്റ്സ് താഴെ ഉണ്ടാവും. വണ്ടി പണി കഴിഞ്ഞുകൊണ്ടിരിക്കണല്ലോ. അപ്പോൾ അവർ കണ്ടില്ലേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ വണ്ടി ഇൻറ്റീരിയറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടാവും, ഒരു താഴ്ചയുണ്ട്, താഴ്ചയിലേക്ക് ചാടണം, എന്നിട്ട് വേണം ഇങ്ങോട്ട് കിടക്കാനായിട്ട്. അപ്പോൾ ഈ സൈഡിൽ വരുന്നത് സീറ്റുകളാണ് കേട്ടോ. പിന്നെ 24 സീറ്റോളം വരുന്നുണ്ട് ഈ സൈഡിലായിട്ട്. പിന്നെ 24 ബർത്തും ഇതിനൊരു സെറ്റപ്പ് MCK എന്നുകൊണ്ട് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു പിങ്ക് തീമിൽ അതിൻ്റെ ഇതൊക്കെ ചെയ്തേക്കണേ സീറ്റ് കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് ഇമ്പോർട്ടഡ് സീറ്റ് പോലെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വുഡൻ ഫിനിഷിലാണ് ഓരോന്നും ചെയ്തേക്കണത്. പിന്നെ അവിടെ ചാർജിങ് പോർട്ടൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഏരിയ കണ്ട അവിടെയാണ് ചാർജിങ് പോർട്ടൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണത്. പിന്നെ AC ഇട്ടേക്കാൻ ഭയങ്കര നോയ്സ് ഉണ്ടായിരിക്കും, സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെയൊക്കെ വരുമ്പോൾ കണ്ട അതിൻ്റെ അടിയിലൊക്കെ ഉള്ള ആ ഒരു ആംബിയൻസ് ലൈറ്റ്, പിന്നെ റീഡിങ് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തേക്കണേ. ഇതിൻ്റെ അടിയിലുള്ള മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ, ഇതുപോലൊരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ അവർ. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 2 സൈഡിലായിട്ട് ഈ ബെർത്തുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കണത്. ഇവിടെ സിംഗിൾ ബെർത്ത്, മുകളിലും ഒറ്റ ബെർത്തുകൾ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ. ഇനി ജസ്റ്റ് നമുക്ക് ഇവിടെ എവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ലൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യണം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ഇരുന്നിട്ട് ഈ ലൈറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ലൈറ്റ് കാണാം. ഇതെങ്ങനെ ഇട്ടാൽ വേറെ ലൈറ്റ് കത്തി, ഇതിങ്ങനെ ആക്കിയാൽ ഈ ലൈറ്റ് കത്തി, ഇത് മാറ്റിയാൽ മൊത്തം പോയി. അപ്പോൾ ഇങ്ങനത്തെ സെറ്റപ്പിലൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ, ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ. പിന്നെ അവിടെ ചാർജുകൾ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പില്ലോസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ നേരത്തെ കണ്ട ബ്രദറുണ്ടല്ലോ, അവർ കഴിഞ്ഞിട്ട് പോയിട്ടുള്ളൂ. ഇതൊക്കെ സെറ്റ് ആവണുള്ളൂ. നമ്മളെന്താ വെച്ചാൽ പുത്തൻ വണ്ടി എടുത്ത് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ചാർജിങ് ബോട്ടിൽ വയ്ക്കാനുള്ളത്, റീഡിങ് ബുക്കുകളൊക്കെ വയ്ക്കാനുള്ള ഹോൾഡർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് അത്യാവശ്യം ഈ ഒരു സീറ്റ് ഉണ്ടല്ലോ, നമുക്ക് ബാക്കിലേക്ക് നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നല്ല കാഫ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ സ്കാനിയ ബസ്സിലൊക്കെ കണ്ടിട്ടില്ല, അങ്ങനത്തെ കാഫ് സപ്പോർട്ടുള്ള സീറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല സുഖമായിട്ട് നമുക്ക് ഇതിൽ മുകളിൽ കിടന്ന് പോണ അതേ രീതിയിൽ തന്നെ ഇതിലും നമുക്ക്
യാത്ര ചെയ്യാൻ പറ്റും. അതതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ. നമ്മൾ പറഞ്ഞ് റിപ്പീറ്റ് അടിക്കണില്ല. പിന്നെ അവിടെ ഒരു ക്ലോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കാം. സമയം എടുക്കുന്ന സമയമാണ് 6:09. അപ്പോൾ അവിടെ ക്ലോക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയ്ക്കൊക്കെയാണ് ഇവിടുത്തെ ഇതിൻ്റെ ഇൻറ്റീരിയർ എനിക്ക് എടുത്ത് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ആ ഫ്രണ്ടിലത്തെ ഭാഗം കൂടി പറഞ്ഞ് ഡെലിവറിയിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ക്യാബിനിൽ വരികയാണെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പ്. ഡെലിവറിക്ക് സമയമായി, അപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് പോകാം. സാമി ഫോട്ടോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റീറിംഗ് വീല് കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലസ്റ്റർ ലോഗായിട്ട് ഡിജിറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്ക്രീന് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സാമി ഫോട്ടോ, പിന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫിനിഷിലാണ് ഇവിടെ ഫാനിൻ്റെ കാര്യങ്ങളൊക്കെ വന്നേക്കണേ. പിന്നെ ഇവിടെ ഇത്രയും സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ബെർത്ത് ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കും. ഹോളിൽ ഇവിടെ ഒരു ബെർത്ത് എന്തായാലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വെൽക്കം സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു എമർജൻസി എക്സിറ്റ് അല്ല, സോറി, ഒരു എന്താ പറയുക, നമ്മുടെ എമർജൻസി എക്സിറ്റ് എന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്കൊരു എയർ പാസേജിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇത്രയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഡെലിവറി സമയമായി. ഇവിടെ നമസ്തേ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിംഗ് കോച്ചിൻ്റെ അവിടെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. എന്തായാലും ഓവറോൾ ഇതൊക്കെയാണ് വേണ്ട ഇന്ത്യയുടെ കാഴ്ചകൾ. ഈ ഡെലിവറിയിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുള്ളത് ടാറ്റ പോപ്പുലർ മോട്ടോഴ്സിലാണ്, നമ്മുടെ കോഴിക്കോട്. അപ്പോൾ നമ്മുടെ വണ്ടി അപ്പുറത്ത് കിടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ ഡെലിവറി ഫംഗ്ഷനിലേക്ക് കിടക്കാം. വണ്ടി അവിടെ കയറ്റിയിടാൻ തുടങ്ങി. എന്തായാലും നല്ല രസമുണ്ട്. രാത്രി കാണാൻ കേട്ടോ വൈബ്. വണ്ടി കാണാൻ, വണ്ടി നല്ല സെറ്റാണ് രാത്രി. ഇതാണ് നമ്മുടെ ഓണർ, അവർ വന്നിട്ടുണ്ട്. എന്തായാലും നല്ല സന്തോഷമുള്ള മുഹൂർത്തമല്ലേ, ഒരു വണ്ടി എടുത്ത് ഡെലിവറിക്ക് വരിക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഓണർ ചേട്ടൻ വന്നിട്ടുണ്ട്, ഷനിൽ ചേട്ടൻ വന്നിട്ടുണ്ട്. അവരെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമസ്കാരം ചേട്ടാ, എന്താ പേര്? ഷനിൽ അല്ലേ? നമുക്കിപ്പോൾ എത്ര വണ്ടിയുണ്ട്? മൂന്നാമത്തെ വണ്ടിയാണ്. ഇനി ഒരു വണ്ടി കൂടി ഇറങ്ങാണ്ട് അല്ലേ? അപ്പോൾ ഇത് റൂട്ടൊക്കെ വരുന്നത് തിരുവനന്തപുരം, കോഴിക്കോട് നിന്ന്, പിന്നെ ബാംഗ്ലൂർക്കും ഉണ്ട് അല്ലേ? കൊണ്ടോട്ടി ബാംഗ്ലൂരുണ്ട്, കൊണ്ടോട്ടി കോഴിക്കോട് വയനാട് വഴി ബാംഗ്ലൂർ. ഓക്കെ ഓക്കെ. അപ്പോൾ സന്തോഷം അല്ലേ? അങ്ങനെ വീണ്ടും പെട്ടെന്ന് തന്നെ മൂന്നാമത്തെ വണ്ടി. ഇതിന് മുന്നേ എന്ത് ഫീൽഡിലായിരുന്നു? ടിപ്പറായിരുന്നു അല്ലേ? ടിപ്പർ ഇപ്പോഴും ഉണ്ടോ? അത് എത്ര ഇതിനെട്ടാണ് എൻ്റെ 6 വീല്? 10 വീലുണ്ട് അല്ലേ? അത് എത്ര ഉണ്ട്? 4 ഉണ്ട് അല്ലേ? അത് നന്നായി പോകുന്നുണ്ട്. പിന്നെ ഇത് അച്ഛനാണല്ലേ? എന്താ പേര്? ഓക്കെ ഓക്കെ. ഇവിടെ എവിടെ വീട്? എവിടെ? ഓക്കെ. പിന്നെ മക്കളല്ലേ? ഓക്കെ ഓക്കെ. എന്താ പേര് ഓരോരുത്തരുടെ? എന്താ പറഞ്ഞ? കാർത്തിക്. പിന്നെ ഇയാളുടെ? രക്ഷിത്. പിന്നെ പറഞ്ഞോ? അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഫാമിലി. അപ്പോൾ ഡെലിവറി ഫംഗ്ഷനൊക്കെ തുടങ്ങുകയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പോൾ അതിലേക്ക് കിടക്കാൻ ചടങ്ങുകളിലേക്ക് കിടക്കാൻ അല്ല, കുപ്പിവെള്ളം കാര്യങ്ങളൊക്കെ കയറ്റി വയ്ക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഇന്ന് തന്നെ ട്രിപ്പ് എടുത്ത് പോവുകയാണ് അവർ. അപ്പോൾ ഈ സൈഡൊക്കെ ഇപ്പോൾ നോക്കി ഇപ്പോൾ കാണാൻ നല്ല ഒന്നുകൂടി ഭംഗിയായിട്ടോ വണ്ടി. രാത്രി കാണാനായിട്ട് നല്ല രസമുണ്ട്. അതുപോലെ നമ്മുടെ സാരഥി ചേട്ടൻ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ പേര്? നമ്മൾ അന്നത്തെ വീഡിയോയിൽ അദ്ദേഹത്തിനെ കാടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഇപ്പോൾ തിരുവനന്തപുരം അല്ലേ ഓടണത്? സിംഗിളാണ്. എങ്ങനെയുണ്ട് ടാറ്റ ഓടിച്ചിട്ട്? തോന്നുന്നുണ്ടല്ലേ? വ്യത്യാസം ഉണ്ടല്ലേ? നല്ലൊരു വ്യത്യാസം കാണിക്കും. ഭാരതവൻസിനെക്കാട്ടി ഒരു വ്യത്യാസം കാണിക്കുന്നു. ചേട്ടൻ മാനന്തവാടിയല്ലേ? എൻ്റെ വീട് മാനന്തവാടി. ശരി, അപ്പോൾ നടക്കട്ടെ. വണ്ടി അവിടെ നിന്ന് അങ്ങോട്ട് കയറ്റിയിടുക. കുറച്ചുകൂടി ഒന്ന് ഒതുക്കിയിട്ടിട്ട് വേണം
ഡെലിവറി കാര്യങ്ങളൊക്കെ ആവാനായിട്ട്. അപ്പോൾ ഇതാണ് പോപ്പുലർ മോട്ടോഴ്സ് ടാറ്റ. നമ്മുടെ മെയിൻ ഹൈവേ പോണത്. അപ്പോൾ നമ്മുടെ ചാവി ഹാൻഡ് ഓവറിങ് പരിപാടി അവിടെ നടക്കണേ. ചാവി ഹാൻഡ് ഓവർ ചെയ്തു ചെറിയ മോനെ. ഇതൊക്കെ സന്തോഷമുള്ളൊരു കാര്യം. എല്ലാവരും ഉണ്ട്. ഓക്കെ ഓക്കെ. ശരി. ഒരു കേക്ക് കട്ടിങ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് എല്ലാവരും കൂടിയുണ്ട്. ചോക്കോ പൈ കേക്കുകളും വേറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി കട്ട് ചെയ്ത് ബാക്കി എല്ലാവർക്കും കൊടുക്കാം കേട്ടോ. നമുക്കിവിടെ കുറേ നമ്മുടെ മെമ്പേഴ്സിൻ്റെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്തിട്ടത് കൊടുക്കുകയാണ്. ഇതൊരു സന്തോഷമുള്ളൊരു മുഹൂർത്തം. എന്തായാലും നമ്മൾ ഡെലിവറി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തീർന്നിരിക്കുകയാണ്. ജ്യൂസും കുടിച്ചു, കേക്കും കഴിച്ചു, ലഡുവും കഴിച്ചു, വെള്ളം കുടിച്ചു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി ഇനി വണ്ടി പുറത്തേക്ക് എടുത്തിട്ട് ഓടിക്കാൻ പോകേണ്ടവരും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ചെറിയ പൂജയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാണ് നമ്മുടെ സാരഥി, നമ്മുടെ ചേട്ടൻ തന്നെയാണ് ചെയ്യണേ കേട്ടോ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ 9 മണിക്കാണ് ഇവിടുന്ന് പോണത് ഫസ്റ്റ് ട്രിപ്പ് എടുത്തിട്ട്. നമ്മുടെ കോഴിക്കോട് ബാംഗ്ലൂർ ആണ് ശരിക്കും ഈ വണ്ടി വരാൻ പോണത്. പക്ഷെ ഇപ്പോൾ ഇന്നത്തെ ട്രിപ്പ് തിരുവനന്തപുരത്തേക്കാണ് കേട്ടോ. കർപ്പൂരത്തിൻ്റെ നല്ല മണം.
ഡ്രൈവ് പോണേ. അതൊന്ന് റോഡൊക്കെ നിർത്തി കാണിച്ചോളാം. നമ്മളിങ്ങനെ ഓടിച്ചുള്ളൊരു ചെറിയൊരു രീതിയുള്ള കാരണം കേട്ടോ വണ്ടിയൊക്കെ എടുത്ത് ഓടിക്കുന്നത്. എന്തായാലും രാജ്യം നല്ല രസമുണ്ട്, വളരെ സിമ്പിളാണ്, അനായാസമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ടിൽറ്റും ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബ്രേക്കിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ്, നല്ലതാണ്. ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗിയർ 6+1 മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. നമ്മളതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ് ഈ കാര്യങ്ങളൊക്കെ. പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പും കൂടുതൽ. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഡെലിവറിയുടെ ഇടയിൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ കൂടുതൽ പറയാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. എന്തായാലും നല്ലൊരു യാത്രയും കാര്യങ്ങളൊക്കെ ഇവർക്ക് നേരെയാണ്. അപ്പോൾ MCK ട്രാവൽസിന് വേണ്ടിയിട്ട് ഇവർ നിങ്ങൾ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുക. ബസ് ബസ്സിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. എനിക്ക് വേറെ നമ്പർ കാര്യം ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ കൊടുക്കാം, അപ്പോൾ അതിലും കിട്ടും. അങ്ങനെ ബുക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ ഓൾറെഡി 2 വണ്ടി ഓടുന്നുണ്ട്. ഈ വണ്ടി ഇപ്പോൾ തൽക്കാലം ക്രിസ്മസ് സമയം കാരണം തിരുവനന്തപുരത്തേക്കാണ് ഓടുന്നത്, കോഴിക്കോട് തിരുവനന്തപുരം. അത് കഴിഞ്ഞ് വീണ്ടും ബാംഗ്ലൂർ സെഗ്മെന്റിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഷാനിൽ ചേട്ടനാണ് ഓണത്, അദ്ദേഹത്തിന് താങ്ക്സ് പറയാണ്. വണ്ടി ഇത് തുടക്കം തൊട്ടേ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ പറയാന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പം ഫുള്ള് സപ്പോർട്ടാണ് ആളാണ്. അതൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാം. പിന്നെ നമ്മുടെ ഇത് വീഡിയോ എടുത്ത് തരുന്ന ചേട്ടൻ, ഇത് ഡ്രൈവർ ചേട്ടൻ, സാലറി മറ്റേ ചേട്ടൻ, എല്ലാവർക്കും താങ്ക്സ്. എന്തായാലും ടാറ്റ എന്തായാലും ഭയങ്കര മാറ്റമാണ് വന്നേക്കുന്നത്, ഞാൻ സംശയമില്ല കേട്ടോ. അടിപൊളിയാണ്, നല്ല വൈബ്, നല്ല കോഴിക്കോടിൻ്റെ കാഴ്ചകൾ, നല്ല ഹൈവേ കാര്യങ്ങളൊക്കെ. നമ്മൾ ഡെലിവറി കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റ് ആയി, അതുകൊണ്ടൊക്കെ ഇത്ര നേരമായി, സമയം 7 നേരമായി. എന്തായാലും അടിപൊളി, ഒന്നും പറയാല്ലേ. കാലം ഇങ്ങനെ പോകുമ്പോഴേ നല്ല മജയുണ്ട്. നേരമുണ്ടോ അടിപൊളി. നന്നായി വരട്ടെ, എല്ലാവിധ ആശംസകൾ നേരെയാണ്. ഇനിയും വണ്ടികളൊക്കെ എടുക്കട്ടെ, പുതിയ പുതിയ വണ്ടികൾ, പുതിയ കാര്യങ്ങളൊക്കെ വരട്ടെ. എപ്പോഴും നമുക്കും കാര്യങ്ങളുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരാം. നമുക്ക് ആ ടോണ്ട ഭാഗത്ത് എവിടെയൊക്കെ നിർത്താൻ വേണ്ടി നല്ല അടിപൊളിയല്ലേ. ചേട്ടനെന്താ അഭിപ്രായം ടാറ്റ ഓടിച്ചിട്ട്? ടാറ്റ ഓടിച്ചിട്ട് ഒരു വിധം നല്ല കംഫർട്ട് തോന്നിക്കുന്നുണ്ട്. കാരണം സ്റ്റിയറിംഗ് ആയാലും എന്തായാലും നല്ല ഫ്രീ ആയിട്ട് കാർ ഓടിക്കുന്ന ഒരു കണ്ടീഷനിലാണ്. കൂടുതലുണ്ട്, ആക്ഷനും കുറച്ച് കൂടുതലുണ്ട്. ആക്ഷൻ കേസും കാര്യങ്ങളൊക്കെ വണ്ടി കുറച്ച് കൂടുതലുണ്ട്. പഴയ ടാറ്റയല്ലേ, കുറേ മാറ്റങ്ങൾ വന്നിട്ട് ടാറ്റയിൽ. കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 9 മണിക്കാണ് നമ്മുടെ ടൈം അല്ലേ? ഇത് 9:15. 9 മണിക്ക് ബാംഗ്ലൂര്, കൊണ്ടോട്ടി ബാംഗ്ലൂര്. അത് കാരഗിരി ടച്ച് ആയി പോകുന്നുണ്ടാവും. അപ്പൊ അത് ഒരുമിച്ച് അവിടെ കാണുന്നത് നല്ലതാണ്, നല്ല അനായാസ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ലോക്ക് ഉണ്ടല്ലേ? സ്പീഡ് ലോക്ക് ഉണ്ട്, 80 ലോക്ക്. ഇവിടെ ടോൾ എന്താ വരുന്നല്ലേ? ടോള് കുറച്ചും കൂടെ മുന്നിലോട്ടായിട്ട് ഒരു 2 കിലോമീറ്റർ ടോളിന്റെ ഭാഗത്തായിട്ട് എത്താൻ ഞാൻ. എന്തായാലും രക്ഷയില്ല, നല്ലൊരു കാറിന്റെ ഫീലിംഗ് അല്ലേ മൊത്തം. കുറച്ച് ലേറ്റ് കുറവുണ്ടല്ലേ? ബൾബ് പോയി നമുക്ക് ലേറ്റ് ആണല്ലോ പ്രധാനം അല്ലേ? ബലൂട് മരണം. വേറെ ഒന്നും കൂടെ എന്നെ എന്താ കാണിച്ചാൽ മതിയായിരുന്നു. എവിടെയും പോകുന്നത് 2 കിലോമീറ്റർ. കോഴിക്കോട് 9:15 സ്റ്റാർട്ട് ചെയ്യും. ട്രിവാൻഡ്രം തിരിച്ച് 9 മണിക്കാണ്. രാവിലെ 9 മണി, രാത്രി 9 മണി.
ട്രിവാൻഡ്രത്ത് രാത്രി 9 മണി, ഇവിടുന്ന് രാത്രി 9:15. പിന്നെ സിംഗിൾ ഡ്രൈവർ എങ്ങനെ ഓടിച്ചാൽ ഉണ്ടാക്കാം. പിന്നെ തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ അവസ്ഥയല്ല, റോഡ് പണി കേസ് കാര്യങ്ങൾ, ഒരുപാട് വണ്ടികൾ നിർത്തിപ്പോയി തിരുവനന്തപുരത്തിലൊക്കെ ഈ റോഡ് പണി കേസ് ഈ റൂട്ടിലായിരിക്കും റോഡിലായിരിക്കും. റോഡൊക്കെ കിട്ടണില്ലേ? റോഡൊക്കെ കിട്ടുന്നുണ്ട്. റോഡ് പണി കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 90% വണ്ടികൾ ലൈനിലായിരിക്കും. എറണാകുളം ബാംഗ്ലൂർ ഓടുന്ന പോലെ തന്നെ അത് ആ എക്സിറ്റില് എക്സിറ്റ് ബ്ലിങ്ക് ആവുന്നില്ല, യെല്ലോ ലൈറ്റ് ലെഫ്റ്റ് സൈഡിൽ എക്സിറ്റ് അവിടെ. മുന്നിൽ കയറ്റി വെച്ചേ. അപ്പൊ നമുക്ക് നമ്മുടെ വണ്ടിയൊക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്. എന്തായാലും വണ്ടി അടിപൊളിയായിട്ട് വരട്ടെ. ഇനിയും കൂടുതൽ വണ്ടികളൊക്കെ എടുക്കട്ടെ. ഇവര് നല്ല എല്ലാ ആശംസകളും നേരെയാണ്. നമ്മുടെ എല്ലാ ചേട്ടന്മാർക്കും ഓണർ ചേട്ടനടുത്തും ഒക്കെ നന്ദി പറയാണ്. അപ്പോൾ ഇത് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.